NKH റായിന് ഫതഹ ആണെങ്കിൽ നമ്മൾ എന്താ വായിക്കല്? റാ എന്ന് വായിക്കൂലേ? റായിന് ദമ്മാണെങ്കിലും റു എന്ന് വായിക്കും. റായിന് കസ്റാണെങ്കിൽ നമ്മൾ എന്താ വായിക്കുക? കസ്റിട്ട റായിന് കസ്റിട്ടാൽ അറബിയിൽ എന്താ വായിക്കുക? റീ. കസ്റിട്ടാൽ റീ. റീ. പലവരടുത്തും തെറ്റുണ്ടല്ലേ? അതെ, റായിന് കസ്റാകുന്ന സമയത്ത് രി എന്നാണ് വായിക്കേണ്ടത്. സാധാരണ നമ്മൾ ഫാത്തിഹയിലൊക്കെ ഗൈരിൽ മഗ്ദൂബി അലൈഹിം എന്ന് പറഞ്ഞു പോകും. പക്ഷെ മുഅവ്വിദത്തൈനില് ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ് മിൻ ശർരി മാ പറയുന്നിടത്ത് ശർരി മാ ഖലഖ്. അതെ അതെ, മിൻ ശർരി മാ ഖലഖ്. അതേപോലെ അതിന്റെ ശേഷമുള്ള ആയത്തുകളിലൊക്കെ റി എന്ന് പറഞ്ഞിട്ടാണ് ഓതല്. ശരിക്കും നമുക്ക് ഓതി കൊടുത്തു നോക്കിയാലോ? ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ് മിൻ ശർരി മാ ഖലഖ് ومن شر غاسق إذا وقب ومن شر النفاثات في العقد ومن شر حاسد إذا حسد. നിങ്ങള് ഈ ഫലക്ക് ഭയങ്കര ഇങ്ങനെ ആക്കിയാണല്ലോ പറയണ്ടല്ലോ. അത് നമ്മൾ കൽക്കലത്തിന്റെ അക്ഷരങ്ങളാണ്. എന്ന് പറയും നമ്മൾ മദ്രസയിലെ കുട്ടികളെ. ഈ അക്ഷരങ്ങൾ നമ്മൾ എന്ത് ചെയ്യണം? അങ്ങനെ ഉച്ചരിക്കാൻ പാടുള്ളൂ. അതിന്റെ സുക്കൂന് വരുന്ന സമയത്ത് നമ്മൾ അവിടെ കൊണ്ട് ഇടണം. അങ്ങനെ തന്നെ പറയാം. ഉദാഹരണം അഊദു ബിറബ്ബിൽ ഫലഖ് എന്ന് പറയണം. അല്ലാതെ ഖാഫ് ഉള്ള സമയത്ത് എന്ന് പറയണം. നേരെ മറിച്ച് ഫലക് മിൻ ശർരി മാ ഖലഖ് അങ്ങനെ പറഞ്ഞാൽ പോലെ അത് ശരിയാവില്ല. ഇതാ വഖബ് അബാവ് മതിൽപ്പെട്ട എന്ന് പറയണം. എന്ന് പറയുന്ന നിർത്തണമെങ്കിൽ അത് ശരിയില്ല, തെറ്റാണ്. ഈ അക്ഷരങ്ങൾ, ഈ 5 അക്ഷരങ്ങൾ, കൽക്കലത്തിന്റെ 5 അക്ഷരങ്ങൾ എന്ന് പറയുന്ന ഖാഫ്, പിന്നെ അതെ, പിന്നെ ജീം, ഈ അക്ഷരങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? ശ്രദ്ധിക്കണം. നമ്മളെ വീഡിയോ കംപ്ലീറ്റ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ പിന്നെ അതിലേക്ക് നമ്മൾ വീണ്ടും വന്നത്, അതായത് രി എന്ന് പറയുന്ന സമയത്ത് ഒന്നുകൂടി ഒരു ക്ലാരിഫിക്കേഷൻ വരുത്താനാണ് വീണ്ടും വീഡിയോ ഇതിലേക്ക് ആഡ് ചെയ്തത്. റായിന് പറ്റഹിട്ട് കഴിഞ്ഞാൽ റാ എന്ന് പറയുന്ന സമയത്ത് നാവ് എവിടെ തട്ടുന്നത്? നമ്മുടെ ഊനിന്റെ മുകളിൽ അല്ലേ? പറഞ്ഞു ആ റായിന് കസ്റാകുന്ന സമയത്ത് നമ്മൾ എന്താ പറയേണ്ടി? രി അരി എന്ന് പറയുന്ന രീന്നോ കറി എന്ന് പറയുന്ന റിയോ അല്ല പറയേണ്ടി. പിന്നെ അതിന്റെ മധ്യത്തിലായിട്ടുള്ള രീതിയിൽ രി മനസ്സിലായി? പിന്നെ അതേപോലെ എന്നല്ല പറയേണ്ടി. പറഞ്ഞോക്കെ ഇതൊരു മനുഷ്യർക്ക് ചോദിക്കണമായിരുന്നു. ഒന്ന് ഉഷാറിൽ പറയടോ. ഷിബിയാൻ ഒന്ന് ഉഷാറിൽ പറഞ്ഞേ. മനസ്സിലായിട്ടോ? മനസ്സിലാവും.